ജൂലിയൻസ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചേന മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണം ചേനയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കൈ ചൊറിയാത്ത രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിലും പിച്ചാത്തിയിലും നല്ല രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂത്തെടുക്കാം. ഈ ഒരു രീതിയിൽ വൃത്തിയായിട്ട് അരിഞ്ഞ് കഴുകിയെടുക്കുക. വൃത്തിയായിട്ട് കഴുകണം, ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടാണ്. കയ്യിലൊന്നും വെള്ളം പറ്റിക്കരുത്. അങ്ങനെ ഉപ്പും ശകലം മഞ്ഞളും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇത് വേവിക്കുന്ന സമയത്ത് അതിലൊരു ശകലം പുളി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. എന്നിട്ട് വെള്ളവും ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ചേന വേവിക്കട്ടെ. ഇനിയിപ്പോൾ 8-9 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചതച്ച വെളുത്തുള്ളി അതിലിട്ടൊന്ന് വഴറ്റാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടണം, അല്ലെങ്കിൽ ചുമന്നുമുളക് ചതച്ചിട്ടാലും മതി. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലേക്കിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ചേന പൊടിഞ്ഞു പോകാതെയും കുഴഞ്ഞു പോകാതെയും നോക്കണം. ഒരുപാട് വേവിക്കരുത്. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ചേന കുഴഞ്ഞു പോകും. ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് എത്രത്തോളം മുരിക്കണോ അത്രയും മുരിച്ച് ഉപയോഗിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ദേ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെയാണോ എല്ലാവരും തയ്യാറാക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും എളുപ്പവും രുചികരമായ മാർഗം വേറെ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ ചാനൽ വീണ്ടും കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും നന്ദി, നമസ്കാരം.